CA2 സംസ്ഥാന സെക്രട്ടറിയാണ്. അജിത്ത് സംസ്ഥാന സെക്രട്ടറിയാണ്. അബ്ദുൽ ജലീൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. എംപ്ലോയീസിൻ്റെ സംസ്ഥാന ഭാരവാഹികളാണ്. ഞങ്ങൾ ബ്രഹ്മാൻ ഹോസ്പിറ്റലിലെ അമീന എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളറിഞ്ഞ വാർത്തകൾ മുഴുവൻ ആ കുട്ടി ഒരു സ്റ്റാഫ് നേഴ്സാണ് എന്നുള്ള വാർത്തയാണ് ഇന്ന് വരെ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഞങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ വിളിച്ചിരുന്നു. കോതമംഗലത്താണ് വീട്ടിൽ. ആ കുട്ടിയുടെ ചേച്ചീനെയും ചേച്ചിയുടെ ഹസ്ബൻഡിനാണ് വിളിച്ചത്. അവരുടെ പേരൻസ് രണ്ടും ഇപ്പോഴും നോർമലായിട്ടില്ല. അവർ ഹോസ്പിറ്റലിലൊക്കെ തന്നെ ആയിരുന്നു. അവരെ വിളിച്ച് അവരുടെ കാര്യങ്ങൾ മുഴുവനായിട്ട് ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ആ കുട്ടി 2022 ഡിസംബർ 15 ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത്. ആ കുട്ടി ശരിക്കും BSSൻ്റെ ഭാരത് സേവാക് സമാജിൻ്റെ കീഴിലുള്ള OT അസിസ്റ്റൻറ്റ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചാണ്. ആ കുട്ടി സ്റ്റാഫ് നേഴ്സല്ല. രണ്ടാമത്തെ കാര്യം, ആ കുട്ടി 2.5 കൊല്ലമായിട്ട് ഇവിടെ ജോലി ചെയ്യാണ്. ആ ജോലി ചെയ്യുന്നത് 6 മാസം തികച്ച് അവിടെ കോഴ്സ് പഠിച്ചിട്ടുണ്ടോയെന്ന് തന്നെ അറിയില്ല. ഒരാൾ ഏത് കോഴ്സ് ചെയ്യുന്നതാണെങ്കിലും ബേസിക് അനാട്ടമിയെങ്കിലും മിനിമം ഒരു 1 ഇയർ പഠിക്കണം. ആ കുട്ടി ബേസിക്ക് പോലും പഠിക്കാത്തൊരു കുട്ടിയാണ്. ആ കുട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് 2.5 കൊല്ലം ഒരു ജോലി ചെയ്യിച്ചു. ആ ജോലി ചെയ്ത രീതികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി ഇഞ്ചക്ഷൻ കൊടുക്കണം, ആ കുട്ടി കത്തീറ്റർ ഇടണം, ആ കുട്ടി മെഡിസിൻ കൊടുക്കണം. ഇവിടുത്തെ ഡ്യൂട്ടി കൂടാതെ ആ കുട്ടീനെ പുറത്ത് വീടുകളിൽ ഹോം കെയറിന് വേണ്ടി ഇവർ ജോലിക്ക് അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ജോലികൾ ചെയ്യിപ്പിക്കുന്നത് കൂടാതെ ആ കുട്ടിക്ക് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് സാലറി 6000 രൂപയാണ് ഇവർ ബൈ ഹാൻഡ് ക്യാഷ് ആയിട്ട് കൊടുത്തിരുന്നത്. ഈ 6000 രൂപയെ കൊടുക്കുന്നത് കൂടാതെ അത് ഫുഡിൻ്റെ പേര് പറഞ്ഞ് അത് കട്ട് ചെയ്യുക ചെയ്യുകയാണ്. അതിനുശേഷം കഴിഞ്ഞ 8 മാസമായിട്ട് 2000 രൂപ കൂട്ടി 8000 രൂപയിലേക്ക് കൊടുത്തു. അപ്പോഴും ഇവർ ഫുഡിൻ്റെ പേര് പറഞ്ഞ് എന്ത് ചെയ്തു, അത് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം പലതവണ ഇവിടുത്തെ ഫുഡ് മോശമായതിൻ്റെ പേരിൽ ഫുഡ് പോയ്സൺ അടിച്ച് വരികയും അവർ സ്വന്തം വീട്ടിൽ വിളിച്ച് പൈസ ആവശ്യപ്പെട്ടിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഇവർ ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഒരു ESC ഇല്ല, PF ഇല്ല. 2.5 കൊല്ലമായി. ഈ ഡിസംബർ 15 വരുമ്പം അവരിവിടെ ജോലിക്ക് കയറിയിട്ട് 3 കൊല്ലമാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള ക്രൂരതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഉള്ളവരിൽ ക്വാളിഫൈഡ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. ആ കുട്ടി മരിക്കുന്നത് വരെ ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടി പഠിച്ച കോഴ്സ് ക്വാളിഫൈഡ് ആയ കോഴ്സാണ് ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ ആ കുട്ടിയെ ദ്രോഹിക്കാം? മാനസികമായിട്ട് ദ്രോഹിച്ചിട്ടുണ്ട്, സാലറി കൊടുക്കാതെ ദ്രോഹിച്ചിട്ടുണ്ട്. ആ കുട്ടിക്ക് ജോലി ഷിഫ്റ്റ് 2 ടൈമായിട്ട്, രാവിലെ 4 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം 4 മണിക്കൂർ. പിന്നെ ഇവർ വിളിക്കുമ്പോഴൊക്കെ പറഞ്ഞു ഇവിടെ ജോലി എടുക്കണം. ഒരു അടിമ ജോലിയാണ്. ഇവിടെ സ്റ്റാഫായിട്ട്, അതായത് ഇവർ സ്റ്റുഡൻ്റ് അല്ല, ഇവർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇവർക്ക് ലീവില്ല, പ്രോപ്പറായിട്ട് ലീവില്ല. മാസത്തിലാകപ്പെടെ 4 ഞായറാഴ്ച ലീവ് അനുവദിക്കും. ആ 4 ഞായറാഴ്ച മാസത്തിലെ ഏറ്റവും അവസാനമാണ് ഇവർ വീട്ടിൽ പോണത്. ഇവിടുന്ന് ആ കുട്ടിയുടെ വീട് കോതമംഗലമാണ്. ഒരു ദിവസം പോകും, തിരിച്ചു വരാൻ ഒരു ദിവസം, 2 ദിവസം കഷ്ടിച്ചാണ് ആ കുട്ടിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത്. ഇവിടുന്ന് ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയ വിട്ടിട്ട് ആ കുട്ടിക്കോ ഈ പറഞ്ഞ മറ്റൊരു സ്റ്റാഫിന് ഇവിടുന്ന് പുറത്തു പോകാൻ അനുവാദമില്ല. അപ്പോൾ എങ്ങനെയൊക്കെ സ്റ്റാഫിനെ ഹരാസി ആ രീതിയിലാണ്. നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കും, ഈ 2.5 കൊല്ലം കൊണ്ട് ഈ കുട്ടി ചികിത്സയ്ക്ക് എത്ര സാധാരണക്കാർ ഇവിടെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആരെയൊക്കെ ചികിത്സിച്ചു നമ്മളെങ്ങനെയാണ് അറിയുന്നത്? ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരു രോഗി മരിക്കാനുള്ള സാഹചര്യം. ഇത്രയും നല്ല, അതായത് ഈ പല ഹോസ്പിറ്റലിലും നല്ല ബിൽഡിങ്ങൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതുപോലെയുള്ള ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ ജോലിക്ക് വെക്കുകയും അവരുടെ തസ്തിക ഇത് നേഴ്സാണെന്ന് പറഞ്ഞ് ഈ ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തു. എത്ര ജനങ്ങളുടെ ജീവൻ അപഹരിക്കാവുന്ന രീതിയിലായിരിക്കും ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇനി അത് മാത്രമല്ല, ഞങ്ങൾ ഈ BSSൻ്റെ അവർ ഓക്സ്ഫോർഡ് എന്നാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, കോതമംഗലം. അവരെ വിളിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇതേപോലെ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ അവർ എറണാകുളത്തിലെ പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള സൂപ്പർ അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റിയുള്ള ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് അയച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതിൻ്റെ ലിസ്റ്റ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരള നഴ്സസ് യൂണിയൻ ഇവരുടെ സസ്പെൻഷൻ ഓർഡർ വന്നു എന്ന് പറഞ്ഞു. ആ സസ്പെൻഷൻ ഓർഡറാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ജനറൽ മാനേജർ സസ്പെൻഷൻ ഓർഡറാണ് ഈ കാണുന്നത്. കാര്യമല്ല, പക്ഷേ ഈ കുട്ടി മരിക്കുന്നത് ശനിയാഴ്ച. ശനിയാഴ്ചയാണ് ഈ കുട്ടി മരിക്കുന്നത്. ഇതുവരെ മാനേജ്മെൻറ്റ് ഒരു കേസ് കൊടുത്തിട്ടില്ല, ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല, ഒരു നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് 4 ദിവസമാണ്. അപ്പോൾ ഞങ്ങളുടെ സംശയം ഈ അബ്ദുർഹം എന്ന് പറയുന്ന ഈ ജനറൽമാരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഈ മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് അറിയാമായിരിക്കും, അബ്ദുർഹമാൻ എവിടെ ഉണ്ടെന്നും അറിയാമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് SP-ക്ക് അതിൻ്റെ പരാതികൾ കൊടുക്കും. ഇവിടുത്തെ CA നമ്മൾ കാണുന്നുണ്ട്. കണ്ടതിന് ശേഷം എത്രയും പെട്ടെന്ന് നടപടി എടുക്കാൻ വേണ്ടി ചെയ്യും. ഞങ്ങൾ 6 മാസങ്ങൾക്ക് മുന്നേ സ്വഭാവദൂഷ്യത്തിൻ്റെ പേരിൽ ഇതേ മാനേജറെ ഇവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നീട് അദ്ദേഹത്തെ വീണ്ടും ഇതേ ജോലിയിൽ തിരിച്ചെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞത് ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വലിയ രീതിയിൽ ഷൗട്ട് ചെയ്യുകയും ജീവനക്കാരെ വളരെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇടപെടലുമാണ് ഈ മാനേജർ ഇദ്ദേഹത്തിൻ്റെ ഈ ജോലി സമയങ്ങളിലെല്ലാം കൈക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ ട്രെയിനിയായി വന്ന ജീവനക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കാനോ പരാതി നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാനേജ്മെൻറ്റിന് മുന്നിൽ എത്തുന്നതിന് മുൻപ് തന്നെ അതിനെ ഭീഷണിയിലൂടെ അദ്ദേഹം തകർക്കാനുമുള്ള ശ്രമമാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്.
ഇവിടെ ആ കുട്ടിക്ക് ലഭിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള മാനുഷിക ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനെതിരെ സുതാര്യമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം. ഇതിപ്പോൾ ഞങ്ങൾ DGP ഓഫീസിനും മറ്റ് നിയമ നടപടികളും 2 യൂണിയനും കൂടി ഞങ്ങൾ ചേർന്നുകൊണ്ട് കൃത്യമായി ഇതിൻ്റെ പുറകിൽ തന്നെ ഞങ്ങൾ ഉണ്ടാവും. മാനേജ്മെൻറ്റ് അവർക്കെതിരെ ഇതുവരെ നിയമ നടപടി സ്വീകരിക്കാത്തതിൻ്റെ പുറകിൽ തന്നെ ജനറൽ മാനേജർക്ക് മറ്റു ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾ യൂണിയനിൽ മുന്നിൽ നിലനിൽക്കുന്നു എന്നുകൂടി ഈ ഒരു അവസരത്തിൽ. അന്നത്തെ ദിവസം 2:30 വരെ ആ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ കുട്ടി ഇവിടുന്ന് പോകുന്നത് കൊണ്ട് തന്നെ സീറ്റ്സ് മേടിച്ച് ഇവിടെ ഉള്ള സ്റ്റാഫിന് കൊടുക്കാൻ റെഡിയായിരുന്നു. മറ്റ് ഗിഫ്റ്റൊക്കെ എന്തോ മേടിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്താണ്. 2:30-ക്ക് ശേഷമാണ് ജനറൽ മാനേജർ റൂമിലേക്ക് വിളിക്കുന്നത്. അതിനുശേഷമാണ് കുട്ടി സൂയിസൈഡ് ചെയ്തത്. അത് ഇവിടുത്തെ CCTVയിലുണ്ട്. ജനറൽ മാനേജറുടെ റൂമിലെ CCTV പോലീസ് എടുത്തിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ എടുക്കാൻ ഞങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ച് പറയും. കാരണം അത് 6 ദിവസമാണ്, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവും എന്നാണ് പറഞ്ഞത്. അപ്പം നാളെ 5-ാമത്തെ ദിവസം അല്ലേ? നാളെ 5-ാമത്തെ ദിവസമാണ്. അപ്പം നാളെ എടുത്തിട്ടില്ലെങ്കിൽ ഇന്നോ നാളെയായിട്ട് അത് എടുക്കണം. അതിനകത്ത് അറിയാം അവർക്ക് എന്താണ് സംഭവിച്ചത്. ഇനി ആ കുട്ടീനെ ഹരാസ് ചെയ്യേണ്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയും മറ്റ് 2 കുട്ടികളും അവിടെ ഇരുന്നിട്ട് ചിരിച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ സ്ഥാപനത്തിൽ ചിരിക്കാനും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ സംസാരിക്കാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഇവർക്ക് മക്കളില്ലേ? ഈ മാനേജ്മെൻ്റ് ആളുകൾക്ക് മക്കളില്ലേ? അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇനി ഇവിടെ വരുന്ന പേഷ്യൻ്റ് എന്ത് വിശ്വസിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ വരുന്നത്? എന്ത് വിശ്വസിച്ചാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്? അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത് ഒരു ക്രൂരതയെന്ന് പറയാൻ പറ്റില്ല. അത് എല്ലാ സ്റ്റാഫിനും ഇവർ അങ്ങേയറ്റം മാനസികമായിട്ടും ഇവരെങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുക, ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ആ കൊച്ചിനെ കൊണ്ട് ഇവിടെ PR-യുടെ ടേബിൾ തുടക്കുകയും തൂപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഒരു സീപ്പർ ചെയ്യേണ്ട ജോലി വരെ ചെയ്തിട്ടുണ്ട്. ആ കൊച്ചിൻ്റെ 2.5 കൊല്ലം ആ കൊച്ചി ഇവിടെ ഒരു കരുതനെ പോലെ പണിയെടുത്തതാണ്. ഇന്ന് ആ കുട്ടി നമ്മളോടുകൂടി ഇല്ല. ആ കുട്ടിക്ക് നീതി കിട്ടണം. ആ കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടി കേരള നേഴ്സസ് യൂണിയനും കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ എല്ലാവരും ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ കൂടെയുണ്ട്. ഇനി ഇവിടെയുള്ള സ്റ്റാഫ് നേഴ്സുമാരെ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരിക. ഇനി അംഗീകാരമില്ലാത്ത സ്റ്റാഫിനെ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരാൻ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ചെയ്യും. നാളെ ആരോഗ്യമന്ത്രിക്കും തൊഴിലുറപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും DGPക്കും ഉള്ള പരാതികൾ ഞങ്ങൾ നാളെ കൊടുക്കുന്നതായിരിക്കും. ഇതിൽ പറയാനുള്ളത്, ഇതുപോലെ പല കുട്ടികളെയും +2 കഴിഞ്ഞിട്ട് ഒരുവിധ കോഴ്സുകൾ, പല വ്യാജ കോഴ്സുകളുടെയും സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ഇതുപോലെയുള്ള ആശുപത്രികളിൽ കൊണ്ടുനിർത്തുന്ന സ്വഭാവമാണ്. ഇതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് അവരുടെ ഭാവി മോശമാകുന്നു, അതുപോലെ തന്നെ അവരുടെ പണം നഷ്ടമാകുന്നു, അവരുടെ സമയം നഷ്ടമാകുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഒരു വ്യാജം. ഈ രീതിയിൽ നമുക്ക് 14 ജില്ലയിൽ മുഴുവൻ പ്രൈവറ്റ് ആശുപത്രികളിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ, ഇതുപോലത്തെ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഒക്കെ റെപ്യൂട്ടേഷൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നമ്മൾ ഈ പരാതി കൊടുക്കും. ഇത് 14 ജില്ലകളിൽ അന്വേഷിക്കണം. പല സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ പല സ്ഥാപനങ്ങളിലും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടികളെ, ഇതുപോലത്തെ കുട്ടികളെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് മാധ്യമങ്ങൾ ചർച്ചയാക്കണം, ഇവിടുത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കണം, നല്ല രീതിയിൽ ചർച്ചകൾ ഉയർന്നു വരണം. ഒരു സ്ഥാപനത്തിൽ ജോലിയെടുക്കുന്ന കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വരുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഒരു സംവിധാനമാണ്. അതിനെതിരെ ജനരോഷം ഉയർന്നു വരേണ്ടതാണ്. യുവജന മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിനു വേണ്ടിയിട്ട് സമരത്തിൽ ഏർപ്പെടം തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധം.